നിങ്ങൾ എത്ര കളിയാക്കിയാലും സാരമില്ല, ഞങ്ങളെല്ലാം സഹിക്കും. നിങ്ങളറിഞ്ഞോ, നമ്മുടെ ഇന്ത്യയിലെ കൊൽക്കത്തയിലെ തെരുവിൽ ഞങ്ങളെപ്പോലെയുള്ള ഒരു തെരുവ് നായ, ഇന്ന് അവൻ അറിയപ്പെടുന്നത് അലോഘ എന്ന പേരിലാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ എത്ര അകറ്റി നിർത്തിയാലും ഞങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അലോഘയെക്കുറിച്ചറിയാൻ ഇനി പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കൂ. ഇത് അലോഘ. ലോകം ഇന്നവനെ സ്നേഹത്തോടെ പീസ് ഡോഗ് എന്ന് വിളിക്കുന്നു. അമേരിക്കയിലെ തെരുവുകളിൽ നിന്ന് നൂറുകണക്കിന് ജനങ്ങൾ കാത്തു നിൽക്കുന്നത് ഈ ഇന്ത്യൻ തെരുവ് നായിയും അവൻ അനുഗമിക്കുന്ന ബുദ്ധസന്യാസിമാരെയും കാണാനാണ്. സമാധാനത്തിന്റെ സന്ദേശവുമായി നീങ്ങുന്ന ആ സംഘത്തിന് ഇന്ന് അലോഘ വെറും ഒരു നായയല്ല, മറിച്ച് സ്നേഹത്തിന്റെ ഒരു വലിയ അടയാളമാണ്. 2022 അമേരിക്കയിലെ ഹൂസൻടോ വിപാസന ഭവന സെന്ററിലെ ബുദ്ധസന്യാസിമാർ ലോക സമാധാനത്തിനായി ഒരു പദയാത്ര ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി അവർ ഇന്ത്യ സന്ദർശിച്ചപ്പോഴാണ് കൊൽക്കത്തയിലെ തെരുവുകളിൽ നിന്നും അലോഘ അവരോടൊപ്പം ചേരുന്നത്. 112 പകൽ നീണ്ടുനിന്ന ആ യാത്രയുടെ 6ാം ദിവസം മുതൽ അവൻ നിഴലായി കൂടെ കൂടി. സന്യാസിമാർ അവനെ പാലി ഭാഷയിൽ വെളിച്ചം എന്നർത്ഥം വരുന്ന അലോഘ എന്ന് പേരിട്ടു. യാത്രക്കൊടുവിൽ അവനെ ഇന്ത്യയിൽ ഉപേക്ഷിക്കാൻ അവർക്ക് മനസ്സ് വന്നില്ല. അവർ അവനെ തങ്ങൾക്കൊപ്പം അമേരിക്കയിലേക്ക് കൂട്ടി. ഇന്ന് ഒരു ബുദ്ധസന്യാസിയെ പോലെ അച്ചടക്കത്തോടെ സമാധാനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി അവൻ ലോകത്തിന് മുന്നിൽ നടക്കുന്നു. അവനെ ശുശ്രൂഷിക്കാനും ആഹാരം നൽകാനും താലോലിക്കാനും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇന്ന് ജനങ്ങൾ തിരക്ക് കൂട്ടുന്നു. അമേരിക്കയിലെത്തിയതിനു ശേഷം അമേരിക്കൻ തെരുവോരങ്ങളിലൂടെ അലോഘ നടന്നു നീങ്ങിയത് ഏകദേശം 2300 മൈൽസാണ്. ഇതൊരു സാധാരണ ഡോഗല്ല, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഡോഗാണ്. ഇന്ന് ലോകം അവനെ വാഴ്ത്തുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങളുടെ മുമ്പിൽ വരുന്ന മിണ്ടാപ്രാണികളെ ദയവ് ചെയ്ത് കല്ലെടുത്തെറിയരുത്. അവർക്ക് ഭക്ഷണവും വെള്ളവും നൽകണം. അവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവർക്കും സ്വസ്ഥമായി സ്വൈരമായി ജീവിക്കണം. അതിന് മനുഷ്യരായ നമ്മൾ കനിയണം. ബുദ്ധം ധമ്മം